ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ വെക്കാറില്ലേ പാട്ട്? കേട്ടിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കാൻ പറ്റും. ഇതൊക്കെ അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കും കണ്ണ. അതായത് കണ്ണുകൊണ്ട് സൂര്യചന്ദ്രന്മാരെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് സൂര്യനാണ്, ഇത് ചന്ദ്രനാണ്, ഇതിന്റെ നക്ഷത്രമാണ് എന്ന് തിരിച്ചറിയുന്നത് കണ്ണിനു കണ്ണു മനം. ആരാണ്? മനസ്സാണ്. ഇനി ആ മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. ആരാണത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. ആ പൊരുൾ നാരായണായ നമ. ആര് തന്നെയാണ്? നാരായണൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു നാരായണനിലേക്ക്, തന്റെ അന്തരാത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് രമിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടല്ലോ, സയോഗി ബ്രഹ്മനിർവാണം. അവർക്ക് ക്രമേണ ആരിൽ എത്തിച്ചേരാൻ പറ്റും? ഭഗവാനിൽ. ബ്രഹ്മഭൂതോതി ഗച്ഛതി. അവരുടെ ജീവിതം അവർക്ക് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് നമ്മുടെ ഋഷിമാര് കണ്ടെത്തിയ മനസ്സിന്റെ യാത്ര. ഇറ്റ് ക്യാൻ ഗോ ഔട്ട്സൈഡ്, ഇറ്റ് ക്യാൻ മേർജ് ഇൻസൈഡ്. ഇതിന് പുറത്തേക്കും പോകാൻ സാധിക്കും, അതിന് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ. ഈ ഒരു ആർട്ട് ഓഫ് ലൈഫ്, നമ്മുടെ ആർട്ട് ഓഫ് മാനേജ്മെന്റ്, if develop, the more our mind associated with the self, it gather more mental energy. ഇപ്പം നമ്മൾ ഈ ഊർജം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ദ ബോഡി. അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. ബോഡിയുടെ ഹെൽത്തിലല്ല മെന്റൽ ഹെൽത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഫിസിക്കലി വീക്കായിട്ടും അവരൊന്നും മെന്റലി വീക്കായിട്ടില്ല. രാമകൃഷ്ണ പരമഹംസന്റെ ലൈഫ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യാൻസർ കൊണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ട മുഴുവനുണ്ടല്ലോ പഴുത്ത് പുഴു വന്നിരുന്ന അവസ്ഥയിൽ. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല അദ്ദേഹത്തിന്, പറ്റില്ല. അത്ര ഒരു ബീഭത്സമായിരുന്നു. പക്ഷെ അദ്ദേഹം മാനസികമായി അല്പം പോലും തളർന്നിട്ടില്ല. ഒരു അല്പം പോലും ഒരു നമ്മൾ പറയല്ലേ, ഒരു അയോട്ട, ഒരു കണിക പോലും അദ്ദേഹം തളർന്നു പോയില്ല. അത്ര പവർഫുൾ ആയിരുന്നു. ശരീരം തളർന്നാലും മനസ്സ് തളരാതിരിക്കണമെങ്കിൽ മനസ്സിന്റെ ഉറവിടമായിരിക്കുന്ന ഭഗവാനിലേക്ക് ആരെ ഉറപ്പിക്കണം? അപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവുക. ഭീഷ്മർക്ക് ശരശയ്യയിൽ കിടന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം പാടാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മനസ്സ് ശരീരത്തിലല്ല നിന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് ഉയർത്താനുള്ള ഒരു കഴിവ് അദ്ദേഹം നേരത്തെ തന്നെ നേടിയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിവ് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മളൊന്ന് നല്ലവണ്ണം അതിനുവേണ്ടി പ്രയത്നിക്കണം. എളുപ്പത്തിൽ അത് സാധ്യമല്ല. കാരണം കുറെ കാലമായിട്ട് നമ്മൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ഭഗവാൻ ഉദ്ധവരോട് പറയും, വിഷയാന്ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരച്ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയാന്ധ്യായത ചിത്തം, ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് വിഷയേഷു, അതിലേക്കാണ് ഒഴുകുക. വൈകുന്നേരം സീരിയൽ കണ്ട് ജീവിച്ച ഒരാൾക്ക് ആ കൃത്യസമയാകുമ്പോഴേക്കും സീരിയൽ തന്നെ ഓർമ്മ വരെ. ഏതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അതിലേക്ക് നമ്മുടെ മനസ്സ്. ഇത് മനസ്സിന്റെ സയൻസാണ്. ആണോ? എങ്കിൽ ഭഗവാൻ പറയുന്നു, മാം അനുസ്മരച്ചിത്തം. അത് നിങ്ങൾ പരിശീലിപ്പിച്ചെടുത്താൽ മയ്യേവ പ്രവിലീയതേ. ഇറ്റ് വിൽ കം ടു മീ. നോട്ട് ഓൺലി കം ടു മീ, ഇറ്റ് വിൽ ഫൈനലി merge in me. It finally dissolve in me. കുറച്ച് ഉപ്പെടുത്ത് നമ്മൾ വെള്ളത്തിലിടുന്ന പോലെ അത് ക്രമേണ വെള്ളത്തിലേക്ക് അലിയുന്ന പോലെ ഈ മനസ്സ് ക്രമേണ ആരിലേക്ക് അലിയും? അതിലൊരു ശക്തി മനസ്സിനുണ്ട്. അപ്രകാരം മനസ്സിനെ ഉയർത്തിയ ആളാണ് അഹല്യ. ക്ലിയറാണല്ലോ? അപ്പൊ നേരത്തെ പുറത്തേക്കായിരുന്നു മനസ്സ്, പിന്നീട് ആ മനസ്സ് അകത്തേക്ക് തിരിച്ചപ്പോ, തൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിച്ചപ്പോ ഇപ്പൊ മാനസികമായി നല്ലവണ്ണം ശക്തി കിട്ടി. അഹല്യ ശാപം കൊണ്ട് തളരുകയല്ല ചെയ്തത്, ശാപത്തിലൂടെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ലൗകികതയിൽ മനസ്സ് വെച്ചപ്പോ ഉയരുകയല്ല ചെയ്തത്. ഭർത്താവിനെ സന്തോഷിപ്പിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ ഭർത്താവിന് പകരം മറ്റൊരാളെ സന്തോഷിപ്പിച്ചപ്പോൾ ഉയരുന്നതിന് പകരം ശാപത്തിലൂടെ താഴുകയാണ് ചെയ്തത്. ഇത് നമുക്കുള്ള സന്ദേശമാണ്. കേവലം ലൗകികമായിട്ടുള്ള സുഖചിന്തകളുണ്ടല്ലോ, അത് ഉയർത്തുന്നതിന് പകരം താഴ്ത്തുന്നു. സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് സമയം ചെലവഴിക്കണോ, ഒട്ടും ആത്മീയതയില്ലാതെ അതിനുവേണ്ടി സമയം ചെലവഴിച്ചാൽ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതിലൊക്കെ നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അതൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ മാനസികമായി ഉയരുന്നതിന് പകരം താഴുന്നു.
അതല്ലേ ഗോപികമാർക്കൊക്കെ സാധിച്ചത്. അവർ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ജീവിതം നോക്കൂ കൃഷ്ണ. പതിസുതന്വയ ഭ്രാത് ബാന്ധവാൻ അതിവിലംഘ്യതേ അച്യുതാഗത ഗതിവിധസ്തവൽ ഗീതമോഹിത കിതവയോഷിത കസ്തിരന്യശി. ഞങ്ങൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, പശുക്കളുണ്ട്, പാലുണ്ട്, വെണ്ണയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ അതിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും വേർതിരിച്ച് അച്യുത ആഗത. ആരിലേക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്? മനസ്സിലാവുന്നില്ലേ? പതിസുതാന്വയ ഭ്രാത് ബാന്ധവാൻ, ഇതൊക്കെ വിട്ട് കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സിനെ അച്യുത ആഗത. ഇന്നത്തെ തലമുറയ്ക്കുള്ളൊരു സന്ദേശമാണ്. അതുകൊണ്ട് ഭഗവാനെ, ഇന്ന് ഞങ്ങളുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കിന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മളൊരു വീഴ്ചയിലല്ലേ ശരിക്കും ഇത്ര നല്ലൊരു സംസ്കാരം ഉണ്ടായിട്ടും അതിന് വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ എത്തിക്കാൻ സാധിക്കുന്നില്ല. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. വാട്ട് ഈസ് ദ ഗ്രേറ്റ്നെസ് ബിഹൈൻഡ് ദി റിലിജിയൻ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടല്ലോ. സിറ്റുവേഷൻ അല്ല നമ്മളെ തളർത്തുന്നത് അതിനെ നേരിടാനുള്ള മാനസികമായ ബലമില്ലായ്മയാണ്, ശക്തിയില്ലായ്മ. ഈ ശക്തി ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേണം? ഭഗവാനിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം പിന്നീട് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. അവർ നേരെ പോകുന്നത് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. ജനക മഹാരാജാവ് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തനിക്ക് പരശുരാമസ്വാമിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ത്രയംബക വില്ലിനെയാണ്. ആരാണോ ത്രയംബക വില്ലിനെ കെട്ടി വലിച്ച് ഞാണ് വലിച്ചുകൊണ്ട് കിട്ടുന്നത്, ആ ത്രയംബക വില്ലിനെ ഒടിക്കുന്നത്, അവർക്ക് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്നുള്ളൊരു പരീക്ഷണം വെച്ചിരിക്കുകയാണ്. വില്ലൊടിച്ചിട്ടൊക്കെ പണ്ടത്തെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാനും അങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നുണ്ട്, കാളയെ കെട്ടിയിട്ടുള്ള ഒരു കല്യാണം. ഇവിടെ വില്ലൊടിച്ചിട്ടുള്ള കല്യാണം. അപ്പം ആർക്ക് വേണമെങ്കിലും വില്ലൊടിക്കാം, ഏജ് ബാറൊന്നുമില്ല അതിന്, വില്ലൊടിക്കണമെന്ന് മാത്രം. ഇന്നത്തെ പോലെ ജാതകത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ വെച്ചാൽ എത്ര നന്നായിരിക്കും. വല്ല മസലന്മാർ വരേണ്ടി വരും. വില്ലൊടിച്ചുകൊണ്ടുള്ള കല്യാണം, മറ്റുള്ള കല്യാണങ്ങളൊക്കെ. അന്നത്തെ കല്യാണം അങ്ങനെയാണ്, സ്വയംവരം. അപ്പം ആരാണോ വില്ലൊടിക്കുന്നത് അവർക്ക് പെണ്ണിനെ കൊടുക്കാം. ശ്രീരാമസ്വാമിയൊക്കെ വന്നപ്പോൾ വളരെ ആദരവോടെ സ്വീകരിച്ചു. ഒരു നിമിഷം ജനക മഹാരാജാവ് തെറ്റിദ്ധരിച്ച് ശ്രീരാമസ്വാമിയൊക്കെ കണ്ടപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യന്മാരൊക്കെ ആയിരിക്കും. കാരണം കാട്ടിൽ നിന്ന് വരികയാണ്. പിന്നീടാണ് പറയുന്നത്, ഇവരൊന്നും എൻ്റെ ശിഷ്യന്മാരല്ല, ഇത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. വളരെ ആദരവോടെ ഭക്തിയോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തി. അപ്പം എന്തിനാവും ഇവർ വന്നത്? അല്ല, അങ്ങ് വില്ല് വെച്ചിട്ടുണ്ടെന്ന് കാണണമെന്ന് പറഞ്ഞു, ഒന്ന് കൊണ്ടുവന്നാണ്. അദ്ദേഹം ബ്രോക്കറാണേ. ആര്? ജനക മഹാരാജാവല്ല, വിശ്വാമിത്രൻ. നല്ല ബ്രോക്കറാണ്. ഇന്നത്തെ ബ്രോക്കർമാരെ പോലെയല്ല. ഇന്നത്തെ ബ്രോക്കർമാർ ചിലപ്പോൾ അപകടം ഉണ്ടാക്കും. പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പയ്യനുണ്ടല്ലോ, ശരിക്കും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല, താമരപ്പൂ പോലെയാണ് അവൻ്റെ സ്വഭാവം എന്നാണ്. ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാളെ കണ്ടുകിട്ടാൻ പ്രയാസം എന്നൊക്കെ പറഞ്ഞ പയ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുറേ പൊക്കി പറഞ്ഞു. പെണ്ണിൻ്റെ അച്ഛനും ഇതൊക്കെ വിശ്വസിച്ചു. പിന്നെ അവസാനം ഭാര്യ അമ്മ പറഞ്ഞു, ഒന്ന് അന്വേഷിച്ച് നോക്കും, എന്നാലും താമര എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസക്കുറവ്, പാർട്ടി പെട്ടതെറ്റി ആയിരിക്കുമെന്നൊക്കെ. എന്തോ അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ വാസ്തവം മനസ്സിലായത്, സത്യത്തിൽ താമര പോലെയാണ്. എന്താന്ന് വെച്ചാൽ ഫുൾ ടൈം വെള്ളത്തിലാണേ. താമര എന്ന് പറയുന്നത് അങ്ങനെയുണ്ടല്ലോ. പിന്നെ പാവം അച്ഛൻ തെറ്റിദ്ധരിച്ചു അതിൻ്റെ സുന്ദരവും സൗന്ദര്യമൊക്കെയാണെന്ന്. ഇത് വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധി അച്ഛൻ ആ സമയത്തുണ്ടായില്ല. അവിടെ ചെന്നപ്പോഴല്ലേ ആള് നല്ല ഉന്മത്തനാണ്, പണ്ട് താമരയിലിരുന്ന പോലെ. എന്നിട്ട് പറഞ്ഞു, ബ്രോക്കറോട് പറഞ്ഞു, ശരിക്കും താമരയാണ്, പക്ഷെ എൻ്റെ മകൾക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇതുപോലെ ഇതുപോലുള്ള ബ്രോക്കർ ആയിരുന്നില്ല ആര്? വിശ്വാമിത്രൻ. ചില അപകടം പിടിച്ച ബ്രോക്കർമാരൊക്കെ ഉണ്ട് അല്ലേ, ഇന്നും ഉണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പയ്യൻ്റെ സ്ഥിതി ഉണ്ടല്ലോ, നല്ല പരിതസ്ഥിതിയാണെന്ന്, നല്ല സാമ്പത്തിക പരിതസ്ഥിതിയാണെന്ന്. ചെന്ന് അന്വേഷിച്ചപ്പം പയ്യൻ്റെ വീട്ടിലൊന്നുമില്ല. പിന്നെ എന്താ സാമ്പത്തിക പരിതസ്ഥിതി? മുന്നിൽ കാനറ ബാങ്കാണ്, പിന്നിൽ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ചുറ്റുപാട് നന്നത്രേ, കാരണം നല്ല ചുറ്റുപാടിലാണ്. ഈ ചുറ്റുപാട് നന്നായതുകൊണ്ട് പയ്യൻ്റെ വീട്ടുകാർക്ക് എന്തുണ്ട് ഗുണം? ഇതാണ് സത്യം, ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. ഏതായാലും വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോയിരുത്തി ജനക മഹാരാജാവിനോട് സന്തോഷമായി. അങ്ങനെ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, എന്തിനാ രാമൻ വന്നിരിക്കുന്നത്? അല്ല, അവനൊന്ന് പരിശ്രമിച്ചോട്ടെ. ഇവിടെ തന്നെ ശ്രീരാമസ്വാമി നോക്കി, അല്ല ഞാൻ പൊക്കാൻ പറ്റുമോ, ചെറുപ്പല്ലേ എന്ന്. രാജാക്കന്മാരൊക്കെ വന്നവരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കേ പൊക്കാൻ പറ്റിയില്ല,
ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ പെണ്ണ് കെട്ടണം എന്ന് വിചാരിച്ച് വന്നവർക്കൊക്കെ ചിലർക്കൊന്നും ബാക്കില്ല, ചിലർക്ക് ഫ്രണ്ട് ഇല്ല. കാരണം പൊക്കാൻ പോയതാണ്. ഞാണ് വലിച്ചിട്ട് ഇനിയിപ്പം അത് വേണ്ട, പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ അവരിയ്ക്കുന്നത്. എന്നിട്ടാണ് ഈ പ്രായപൂർത്തിയാവാത്തൊരു സാധനം വന്നിരിക്കുന്നത്. 10-18 വയസ്സേ ഉള്ളൂ. എന്താ ഇവന്റെയൊക്കെ വിചാരം എന്നൊക്കെ ഉള്ളൊരു ഗർവോട് കൂടിയിട്ടൊക്കെ ഒരു ശ്രീരാമസ്വാമിക്ക് ഒരു നോട്ടം. ശ്രീരാമസ്വാമി അവരൊന്നും നോക്കിയില്ല, കാരണം അവരൊക്കെ നോക്കിയാൽ കോൺഫിഡൻസ് പോകും. ശ്രീരാമസ്വാമി നോക്കിയത് വിശ്വാമിത്ര മഹർഷിയുടെ മുഖത്തേക്കാണ്. അദ്ദേഹം നല്ല ഒരു ഉത്സാഹത്തോടുകൂടി പറഞ്ഞു, എടുത്തോളൂ രാമാവില്ല എന്ന്. നമ്മളുണ്ടല്ലോ, ഏത് ആളുകളോടുള്ള സമ്പർക്കം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ കോൺഫിഡൻസ്. ഇപ്പൊ രാവിലെ തന്നെ മകൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അച്ഛൻ പറയാണ്, നേരെയാവോന്നറിയില്ല, പോയിട്ട് വാന്ന് എന്ന് പറഞ്ഞാൽ ആ ഇന്റർവ്യൂ നേരെയാവില്ല, ഉറപ്പല്ലേ? രാവിലെ തന്നെ പറയുന്ന വാക്കുകൾക്കൊക്കെ നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് അവരെ തളർത്തുന്ന വാക്കുകൾ പറയരുത്. വീട്ടിൽ ചില സമയത്തുണ്ടല്ലോ, ചില വീടുകളിലൊക്കെ നല്ല ടെൻഷനായിരിക്കും. ഒക്കെ എടുത്തുവോ, പെന്നെടുത്തുവോ, അത് പുറത്തിറങ്ങുമ്പോഴാണ് ചോദിക്കുക, പെൻസിൽ എടുത്തുവോ, അവസാനം ചോദിക്കുക തല എടുത്തുവോ എന്ന്. കാരണം ഇതൊക്കെ എടുത്തിട്ടും കാര്യമില്ല, എന്ത് വേണം, തല കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട്? ആ രാവിലെ തന്നെ ആ മൂഡ് കളഞ്ഞേക്കും. പിന്നെ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാവുക? 100 കാരണം ഉറപ്പിക്കുക, നിനക്ക് ഓർമ്മയില്ല, നിനക്ക് ഓർമ്മയില്ല, ഓർമ്മയില്ല എന്ന്. അധികമൊന്നും നമ്മളുണ്ടല്ലോ ഈ പിള്ളേരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടരുത്. ഇന്നത്തെ അച്ഛനമ്മമാർക്ക് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. കാരണം മക്കളെക്കാളും കൂടുതൽ ടെൻഷൻ അച്ഛനമ്മമാർക്കാണ്. കാരണം ഇന്ന് കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും BP കൂടുന്നത് കുട്ടിയല്ല. അതല്ലേ അച്ഛൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വര എങ്ങനെയാ ജീവിക്കാന്നറിയില്ല. ബഡ്ജറ്റ് വന്നപ്പോഴേ എല്ലാം വില കൂടി വരുന്നുണ്ട്. പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു, പഞ്ചസാരയ്ക്ക് വില കൂടുന്നു, അതിന് വില കൂടുന്നു, എല്ലാം ഗ്യാസ് വില കൂടുന്നു. എങ്ങനെയാ നിങ്ങളെയൊക്കെ കൊണ്ട് തീറ്റിപ്പൂറ്റി ജീവിക്കുക? വളരെ പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നു. ഉടനെ കുട്ടി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ എടുക്കാണ്ടിരിക്കൂ, എല്ലാം കൂടുന്നതിനനുസരിച്ച് ചിലതൊക്കെ കുറയുന്നുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുമെന്ന്. ചോദിച്ചു, എന്താടാ കുറയുന്നത് എന്ന്. എൻ്റെ പ്രോഗ്രസ് കാർഡിലെ മാർക്ക് എന്ന്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടി കേട്ടപ്പോഴേക്കും ആൾക്ക് BP വന്ന് അടിച്ചു. അതേ കേൾക്കേണ്ടതുള്ളൂ, അതാ കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. ഇതാണ് വാസ്തവം. ഇങ്ങനെയൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്ത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരുടെ കോൺഫിഡൻസ് ചിലപ്പോൾ കൂട്ടിയേക്കാം, കോൺഫിഡൻസ് ചിലപ്പോൾ കുറച്ചേക്കാം. അതൊക്കെ വളരെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമസ്വാമിക്ക് സിഗ്നൽ കൊടുക്കണം. എടുക്കൂ രാമ പോരെ. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയില്ല, നേരെ ശ്രീരാമസ്വാമി പോകുന്നു. ജനകൻ അപ്പോഴേക്കും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു വില്ലിനെ. ആ വില്ലെടുക്കണു, അതിൻ്റെ കടിഞ്ഞാൺ വലിച്ചുകൊണ്ട്, അതിൻ്റെ ഞാണ് വലിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി മറ്റേ അറ്റത്തേക്ക് വലിച്ചു കെട്ടുമ്പോൾ അതിൻ്റെ മധ്യഭാഗം പൊട്ടുന്നു. ഗംഭീരമായൊരു ഇടിനാഥം ഭയങ്കര ശബ്ദത്തിൽ പൊട്ടിയപ്പോൾ ഒരു വർണ്ണനയുണ്ട്, നടുങ്ങി രാജാക്കന്മാർന്ന് ഉരകങ്ങളെപ്പോലെ. നല്ലൊരു വർണ്ണനയാണത്. മാളത്തിനകത്തുള്ള പാമ്പുകൾ ഇടിശബ്ദം കേൾക്കുമ്പോൾ നടുങ്ങുന്നത് പോലെയാണത്രേ. ആര് നടുങ്ങിപ്പോയത്? രാജാക്കന്മാർ. എത്രയോ രാജാക്കന്മാരുടെ മനസ്സിനെ കിടിനം കൊള്ളിക്കാൻ, ഭയപ്പെടുത്താൻ ശ്രീരാമസ്വാമിയുടെ ആ ഞാണുവലി കൊണ്ട് സാധിച്ചു എന്നാണ്. ആ വില്ല് പൊട്ടുന്നതോടുകൂടി സീതാ സ്വയംവരം തയ്യാറായി. സീതാദേവി തൻ്റെ കയ്യിലിരിക്കുന്ന മാല കൊണ്ടുവന്ന് ശ്രീരാമസ്വാമിയുടെ കഴുത്തിലിട്ടു. അപ്പൊ വില്ല് പൊട്ടിയപ്പോൾ മാലയിട്ടു. ആരോട് പറഞ്ഞില്ലേ കല്യാണം? ആരറിയില്ല ഇതൊന്നും? അച്ഛനറിയില്ല. ഈ കാര്യം കഴിഞ്ഞതും ഇനിയിപ്പോൾ പാർട്ടി നടത്തണമല്ലോ, ഒഫീഷ്യലായിട്ട് കല്യാണം നടത്തണം. ഉടനെ തന്നെ 2 ദൂതന്മാരെ പറഞ്ഞയച്ചു ദശരഥന്റെ കൊട്ടാരത്തിലേക്ക്. അവർ ചെന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടോ എന്ന്. ഇങ്ങോരെന്ത് തെറ്റിദ്ധരിച്ചു? പാവം കാട്ടിലേക്ക് പോയതാ, രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതാ. ഇവരുടെ പണി തീർന്നു എന്ന് അയാൾ തെറ്റിദ്ധരിച്ചത്. അപ്പോഴേക്കും നെഞ്ചത്തടിച്ചൊക്കെ കരയാൻ തുടങ്ങി. പറഞ്ഞു, അതല്ല തീർന്നത്, രാമനൊന്നും പറ്റിയിട്ടില്ല, പിന്നെയോ കല്യാണം കഴിഞ്ഞു. അത് കേട്ടപ്പോൾ